24 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് CPIM-ൽ നിന്ന് ആവശ്യം. മുൻ പ്രസിഡന്റിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമായി ഉന്നയിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇത് ജില്ലാ പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ജില്ലാ ഘടകത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് ഈ ആവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരിക്കുന്നു. ഏത് സ്വഭാവത്തിലുള്ള അഴിമതിയെക്കുറിച്ചാണ്, വെള്ളാപ്പള്ളി നടേശനെതിരെ എന്ത് തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്? ശ്രീജിത്ത്. ഇന്നലെ നടന്ന CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അഴിമതിയും തെറ്റായ നീക്കങ്ങളും നടന്നു. ഇക്കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽ സമയാസമയങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു നടപടി സ്വീകരിച്ചില്ല. പുതിയ ഭരണസമിതിക്ക് ജില്ലാ പഞ്ചായത്തിലെ രേഖകളും മറ്റും പരിശോധിച്ചാൽ അഴിമതി കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്റെ അഴിമതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റായ അതേ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായ വനിതാ നേതാവ് ആവശ്യമുന്നയിച്ചത്. ഇക്കാര്യത്തിൽ CPIM-ന് ജില്ലാ നേതൃത്വം കാര്യമായ മറുപടി പറഞ്ഞില്ല. ഈ ജില്ലാ പഞ്ചായത്തിനെ പറ്റി വന്ന ആക്ഷേപങ്ങളെപ്പറ്റി താൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് MLA-യുടെ യോഗത്തിലെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനെതിരെയും യോഗത്തിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു. വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചാൽ ഇനിയും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അംഗങ്ങൾ നൽകിയത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ജാഥയും മറ്റും നടത്തിയ വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിൽ സമീപകാലത്ത് വർഗീയ വിഭജനത്തിന് വിത്തുവാകിയതെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ഇത്തരം പ്രവണതകളെ ശക്തമായി ചെറുത്തേ മതിയാകൂ. പാർട്ടി നേതാക്കൾ അതിന് പിന്തുണ നൽകുന്നതിനെതിരെയുള്ള പരാമർശങ്ങളും ഉണ്ടായി. ജില്ലാ നേതൃത്വത്തിൽ കടുത്ത വിഭാഗീയതയാണെന്ന ആരോപണവും ഇന്നലത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.